കർത്താവ് വിവാഹം ഒത്തുവരാത്തവര്, സ്ത്രീകളും പുരുഷന്മാരുണ്ട് ഈശോയെ. വിവാഹം പിരിഞ്ഞു പോകാൻ പോകുന്നവര്, ആവശ്യമില്ലാതെ പെട്ടെന്ന് കലഹങ്ങളുണ്ടായി പൈശാചികമായി ഇടപെട്ടുകൊണ്ട് വാശിയും മത്സരത്തിൻ്റെ പേരിലും പിരിയാൻ പോകുന്നവര്, കുഞ്ഞുങ്ങളെ വഴിയാധാരമാക്കാൻ പോകുന്ന പൈശാചിക തീരുമാനങ്ങൾ എന്ന് അവർ പിന്തിരിയാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സദയം തുണേണേ സുഖമായി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ ജോലിയില്ലാത്തവര്, വിസ ഇന്റർവ്യൂവിന് പോകാൻ പോകുന്നവര്, പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, പുതിയ ടെസ്റ്റിന് ഒരുങ്ങുന്നവര്, അതുപോലെ തന്നെ വിസ പുതുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവര്, പുതുക്കി കിട്ടാത്തവര്, അങ്ങനെ എല്ലാ മേഖലകളിലും വേദനിക്കുന്നവരെ കർത്താവ് പരിശുദ്ധയുടെ മധ്യസ്ഥ ഏൽപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സദയം തുണേണേ സുഖമായി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വരുമാന മാർഗം മുട്ടിപ്പോയവര്, ജീവിക്കാൻ മാർഗമില്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന് അറിയാതെ വിഷമിക്കുന്നവര്, താങ്ങാനാവാത്ത ചിന്തിക്കാനാവാത്ത ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാമ്പത്തിക ബാധ്യതയുള്ളവര്, അവരുടെ മേൽ ജീവിതം കർത്താവ് ഇടപെടുന്നതിന് വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, പല പല ഗർഭചിത്രത്തിന് വിധേയമായവര്, മക്കളില്ലാത്തവര്, അവർ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി അവർക്ക് 3 കുഞ്ഞുങ്ങൾ വരെ ജനിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ അവരിലേക്ക് ചൊരിയട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പെൻഡിങ്ങിൽ കിടന്ന വിഷയങ്ങള്, വസ്തുവാകാം, സ്ഥലമാകാം, ജോലിയാകാം, ചിലപ്പോൾ അന്യാധീനപ്പെട്ടു പോയ സാമ്പത്തികമാകാം, തിരിച്ചു കിട്ടാൻ പാടില്ലാത്ത അവസ്ഥയ്ക്ക് ആകുന്ന വിഷയമാകാം, നഷ്ടപ്പെട്ട വസ്തുക്കളാകാം, അങ്ങനെയുള്ള മേഖലകളിലെല്ലാം കർത്താവ് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സദയം തുണേണേ സുഖമായി. എല്ലാവരും മുട്ടി നിൽക്കുക. സമാപന ആശീർവാദം മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. എൻ്റെ മക്കളുടെ വിഷയങ്ങളും മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഇന്ന് വന്നത്? ആ വിഷയങ്ങൾ ആരാധന സമയത്ത് മൗനമായി പ്രാർത്ഥിക്കുക. ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ദിവ്യകാരുണ്യമേ
പരിശുദ്ധ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ. അപ്പം അശ്വതി വന്ന് അമ്മയുടെ അടുത്ത് ഇരുന്ന്, നിങ്ങൾക്കറിയാവില്ലേ, ഈ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ ഭജന ഇരിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. എല്ലാ ദിവസവും നോക്കുമ്പോൾ ഈ കസേര എല്ലാം നിറഞ്ഞിരിക്കും. അവർ രാവിലെ വെളുപ്പിന് വന്ന് വരുന്നവരുണ്ട്, തലേ ദിവസം വന്ന് ഇവിടെ ലോഡ്ജിലേക്ക് താമസിച്ചിട്ട് വെളുപ്പിന് രാത്രി വന്നിരിക്കുന്നവരുണ്ട്. അങ്ങനെ കുറേ ഭജനക്കാരുണ്ട്. അപ്പോൾ ഇവർ മാതാവിൻ്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു അഭിഷേകം അവർക്ക് കിട്ടും. കാര്യം വെച്ചാൽ ജനലക്ഷങ്ങൾ അനുഗ്രഹം പ്രാപിച്ച ഒരു വിശുദ്ധ മണ്ണിൽ നമ്മൾ വന്നിരിക്കുകയല്ലേ. അപ്പം നമ്മളിവിടെ വന്ന് വെറുതെ അങ്ങ് ഇരുന്ന് അമ്മയുടെ മുഖത്തൊക്കെ നോക്കി ഇരുന്ന് ഒരു ജപമാലയൊക്കെ ചെല്ലാൻ പറ്റും ചൊല്ലി, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന അറിയാവുന്ന ചൊല്ലി, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന സങ്കടങ്ങൾ അമ്മയോട് പറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു ദിവസം ഉണ്ടായി, ഒരു ദിവസം ഉണ്ടായി ആശുപത്രിയുടെ കൂടെ വേറൊരു മനുഷ്യനൊരു സാക്ഷ്യം പറഞ്ഞു, കോട്ടയത്ത് നിന്ന് ഒരു ടോമി എന്നും പറഞ്ഞു. ടോമിയുടെ ഇത് എന്ന് പറയണത് ഒരു ബേക്കറി നടത്തുകയാണ്. ബേക്കറി നടത്തി പൊളിഞ്ഞപ്പോൾ അതുപോലെ തന്നെ ടോമി വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ബേക്കറി പൂട്ടാൻ പോവുകയാണ്. കാര്യം ഇനി ബേക്കറിയിലെ സാധനം വാങ്ങിച്ച് വെക്കാൻ കാശില്ല. സാധനങ്ങൾ വാങ്ങിച്ച് വെക്കാൻ ബേക്കറിയിൽ പുതിയ സാധനങ്ങളില്ലെങ്കിൽ ആൾക്കാർ വന്ന് വെറൈറ്റി നോക്കിയിട്ടല്ലേ ആൾക്കാർ വാങ്ങിക്കത്തില്ല, അല്ലെങ്കിൽ വേറെ ബേക്കറിയിലോട്ട് പോകും. അങ്ങനെ ആൾക്കാർ വേറെ ബേക്കറിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏറെക്കൊരു ഒരു അടഞ്ഞൊരവസ്ഥയാണ്. അപ്പോൾ ഇയാളിത് പൂട്ടുകയാണ്. ഇനി ആർക്കെങ്കിലും വിൽക്കണമെങ്കിൽ വിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു അമ്മയും കുഞ്ഞും ഇയാളെ കാണാൻ വരും വെളുപ്പിനെ. അത് നീ ഇത് പൂട്ടുകയാണെന്ന് ചോദിക്കൂ. എന്നിട്ട് പറയും നീ ഒരു ഉടമ്പടി എടുത്ത് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ അത് ഉടമ്പടി ഇയാൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇയാൾക്ക് എടുക്കേണ്ടത് എന്താണ്? ഡേറ്റ് ഇടുകയാണ്. ഇയാൾക്ക് അത് മനസ്സിലിങ്ങനെ ഒരു ഡേറ്റ് ഇടാം. ഡേറ്റ് ഇട്ട് എന്ത് പ്രാർത്ഥിക്കണം? ഇപ്പോൾ ഇയാൾ പ്രാർത്ഥിക്കണ ഇതാണ്, 7-ാം തീയതി ഒരു ഡേറ്റ് ഇടുക ഇയാൾ. ഇക്കാലത്തെ ദൈവാനുഭവങ്ങളെന്ന് പറയണത്, ഉടമ്പടിയുടെ ദൈവാനുഭവങ്ങൾ വേറൊരു വെറൈറ്റി ലെവലാണത്. നമ്മൾ സാധാരണ രീതിയിലല്ല. ഭയങ്കര കമ്മ്യൂണിക്കബിളാണ്. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോഴും ഇതുവരെയൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ ഉടമ്പടിയെ അത്ര കണ്ട് മാനിച്ചിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. പ്രസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഇതിൻ്റെ ഒരു മുഖമുദ്രയാണ്. അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ നടക്കും, പക്ഷേ ഇതിൻ്റെ ഒരു ഗ്രേഡ് കൂടിയ സാധനം പ്രസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസാണ്. വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും, അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും മുല്ലപ്പൂ മണമോ അല്ല മഴവില്ലോ അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും ദൂതന്മാരെ ഒക്കെ ചെയ്യുന്നതാണ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ. കമ്മ്യൂണിക്കേഷൻസ് ഇൻട്രാക്ട് ചെയ്യും. ഇപ്പോൾ ഒരു സാക്ഷി മെനേന്നൊരു സാക്ഷ്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഞ്ഞിൻ്റെ 3 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ വലത് കിഡ്നിക്ക് മുഴ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഇതിനെ ചെത്തിക്കയറി കിഡ്നി മാറ്റണതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, അല്ല ശരീരത്തിൽ കത്തി വെക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റണില്ല. അവർ കണ്ണീരോടെ ഇരുന്ന് ഉടമ്പടി ചെയ്തിട്ട് ഈ വലത് കിഡ്നി മുഴ കണ്ട സ്ഥലത്ത്, നീര് വന്ന സ്ഥലത്ത് ഇൻഫ്ലേഷനാണ്. അതവിടെ ഉടമ്പടി തൈലം പുരട്ടിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസ പ്രമാണം ചൊല്ലി. അപ്പോൾ സ്വപ്നത്തിൽ ഒരു പ്രത്യക്ഷീകരണം. എന്നിട്ട് പറയും, നീ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുന്നത് വലതുവശത്താണ്, പക്ഷേ കൊച്ചിൻ്റെ കിഡ്നി പോയിരിക്കുന്നത് ഇടതുവശത്തെ കിഡ്നിയാണെന്ന് പറയും.
ആ സ്വപ്നത്തിൽ കമ്മ്യൂണിക്കേഷൻ പോണ പോക്ക് കണ്ടില്ലേ? അപ്പോൾ ഉടനെ പിറ്റേ ദിവസം ഇവളെ ആശുപത്രിയിൽ പോയിച്ചുമ്പോൾ ഈ കൊച്ചിനെ കാണിക്കുക സ്കാൻ ചെയ്യുമ്പോൾ അത് ശരിയാണ്. വലതുവശത്താണ് നീരെങ്കിലും കിഡ്നി പോയിരിക്കുന്നത് കൊച്ചിൻ്റെ ഇടതുവശത്താണ്. സ്വപ്നത്തിൽ കണ്ടത് കറക്റ്റാണ്. അപ്പോൾ ഇവളെന്നാ ചെയ്യും? ഉടമ്പടി തൈല ഇടതുവശത്തിടാൻ തുടങ്ങും. ഇടതുവശത്തിട്ട് പ്രാർത്ഥിക്കുന്നവരെ കൂടി അത് ചുട്ടിപ്പോവും. 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ചുട്ടിപ്പോവും. അപ്പോൾ ഈ പ്രസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ ഒരു കാലത്തും കേൾക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. പ്രസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, അതായത് നമ്മൾ നേരിട്ട് വന്ന് ദൈവത്തിന് പണ്ട് മുതലേ ഉള്ളതാണ്. ഞാൻ എൻ്റെ ജനത്തെ അവിടുന്ന് അടയാളം കാണുമ്പോൾ അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്കാ 1:68. ലൂക്കാ 1:68. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. പറഞ്ഞ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ചു രക്ഷിച്ചു. അത് അപ്പോൾ ദൈവത്തിൻ്റെ പണ്ട് മുതലെയുള്ള ഒരു ഏർപ്പാടാണിത്. എന്താണ്? തൻ്റെ ജനത്തെ സന്ദർശിക്കുക. ഇവിടെ നമ്മുടെ മുമ്പിലുള്ളൊരു ചാലഞ്ച് എന്താണ്? ദൈവത്തിൻ്റെ ജനമായിട്ട് മാറണം. എന്നാൽ സന്ദർശനം നടക്കും. പീഡിയ വചനം എന്താണ്? പറഞ്ഞ അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിൻ്റെ ഒരു മോഡ് ഓഫ് ആക്ഷൻ എന്താണ്? വിസിറ്റ് ചെയ്യുക, നമ്മളെ സന്ദർശിക്കുക. ആരാണ് സന്ദർശിക്കണത്? തൻ്റെ ജനത്തെ. നമ്മുടെ ചാലഞ്ച് എന്താണ്? തൻ്റെ ജനമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ദൈവത്തിൻ്റെ ജനം. അപ്പോൾ ദൈവത്തിൻ്റെ ജനം, അപ്പോൾ ദൈവത്തിൻ്റെ മകൾ, ദൈവത്തിൻ്റെ മകൻ അതാരായിരിക്കും? അത് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവരെ അല്ലേ? ലോകാത്മാവിനാലല്ല, ദുഷ്ടാത്മാവിനാലല്ല, സുവിശേഷത്താൽ നയിക്കപ്പെടുന്നവരാണ്. 8:14 എടുത്ത്. റോമ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. റോമ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. അപ്പൊ സുവിശേഷത്താൽ നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ സുവിശേഷം അനുസരിച്ചുകൊണ്ട് ജീവിതം ഒന്ന് പുനഃക്രമീകരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ജനമാവും. വിസിറ്റിംഗ് പെട്ടെന്ന് നടക്കും. വിസിറ്റിംഗ് നിസ്സാരമായൊരു കാര്യമാണ്. നമ്മൾ ഓക്കെ ആണെങ്കിൽ ഏത് സമയത്തും വിസിറ്റിംഗ് നടക്കും. എല്ലാ കാര്യത്തെക്കുറിച്ചും ദൈവം നേരിട്ട് നമ്മളോട് വന്ന് സംസാരിക്കും. അത് പഴയ സുവിശേഷത്തെ മാത്രമുള്ളല്ല, ഈ കാലങ്ങളിൽ സാധാരണ മനുഷ്യരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാവരും അനുഭവിക്കുന്നൊരു വിഷയമാണ്. ഇപ്പം തന്നെ ഇയാളുടെ ടോമിയുടെ കാര്യം എന്താ? ടോമിയോട് പറഞ്ഞത്, ഉടമ്പടി എടുത്തിട്ട് ആ ചേച്ചിയും മകളും കൂടി വന്ന് കുഞ്ഞും കൂടി വന്ന് പറഞ്ഞത് എന്താണ്? നീ ഡേറ്റ് ഇടാൻ പറഞ്ഞ്. അപ്പോൾ ടോമി ഒരു ഡേറ്റ് ഇടും. എന്താ ഡേറ്റ്? വളരെ അടുത്ത ഡേറ്റ് ഇടും. 7-ാം തീയതി. 7-ാം തീയതി ഡേറ്റ് ഇട്ടിട്ട് എന്താ പറയണത്? ഈ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന കാരണം ഒരു പ്രശ്നമുണ്ട്. നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ 32:8 എടുത്ത്. ശ്രുതികട. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. സങ്കീർത്തനം 32:8. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. പറഞ്ഞ നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഇതെന്നെ പരിപാടി.
പണ്ട് പോയ സങ്കീർത്തന കാലങ്ങളിലുണ്ടായിരുന്ന അതേ ദൈവം തന്നെയാണ് ഇന്ന്. അപ്പോൾ ഈ ടോമിനോട് പറയും, നീ ഇസ്രയേലിൽ നിന്നൊരു വിസ നോക്കാൻ പറയും, പ്രതീക്ഷിക്കാൻ പറയും, എന്നിട്ട് ഡേറ്റ് ഇടാൻ പറയും. അതാരാ പറയണത്? വേറെ ആരും പറയണതല്ല, ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതാണ്. ഇവന് ഇസ്രയേലും അറിയാൻ പാടില്ല, ഇംഗ്ലീഷും അറിയാൻ പാടില്ല. നിങ്ങൾ നോക്കി, ഒരു മനുഷ്യൻ, അയാളൊരു പാവപ്പെട്ട മനുഷ്യനാണ്, അയാളെ കണ്ടാൽ നമുക്ക് സങ്കടം വരുമ്പോൾ. അയാൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. ചെറുതായിട്ട് പഠിച്ച കാലത്ത് എന്തോ പഠിച്ചെന്നല്ലാതെ അതിന് പ്രത്യേക സ്പെഷ്യൽ കോഴ്സൊന്നും എടുത്തിട്ടില്ല. ഇയാളോട് പറയണത് എന്താണ്? നീ ഇസ്രയേലിലെ ഒരു വിസ പ്രതീക്ഷിക്കാൻ പറയും. അപ്പോൾ ഉടനെ ഇവനെന്നാ പറയണത്? ആ ചേച്ചി പറയണമായിട്ട് നോക്കിയിട്ട്, ഇങ്ങനെ കിട്ടിയിരിക്കുന്ന ഉള്ളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ബോധ്യമായിട്ട് നോക്കിയിട്ട് തമ്മിൽ ലിങ്ക് ചെയ്ത് പറയും, കർത്താവേ, എനിക്ക് 7-ാം തീയതി ഇസ്രയേലിൽ നിന്നൊരു കോള് വേണം. 7-ാം തീയതി. ഇവന് ഇസ്രയേലും അറിയാൻ പോലെ, ഇസ്രയേലിൽ ആരും ഇവന് ഇല്ല, ഒരു ബന്ധവുമില്ല. ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിഷയം ദൈവം ടേക്കപ്പ് ചെയ്താൽ നമുക്ക് വേണ്ടിയിരുന്നത് വിശ്വാസം മാത്രമേ ഉള്ളൂ, ചലിക്കാത്ത വിശ്വാസം. എന്നോട് പിന്നെയും റിജക്ഷൻ എന്ന് പറഞ്ഞേക്കുവാ. ഞങ്ങൾ അപ്ലോഡ് ചെയ്ത, വീണ്ടും അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് അവർ പിന്നെയും റിജക്റ്റ് ആക്കി. അതെൻ്റെ മെയിലിലും വന്ന് കിടപ്പുണ്ടായിരുന്നു, എനിക്ക് പോർട്ടലിൽ, ഈ ഇവരുടെ യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലിലും വന്ന് കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് ആകെ സങ്കടമായി. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അവരെ പിന്നെ വിളിച്ച് ചോദിച്ചു, അവരോട് ചീത്ത വിളിക്കാൻ തുടങ്ങി, അവരെ ഞാൻ വഴക്ക് പറയാൻ തുടങ്ങി. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ടീന വെയിറ്റ് ചെയ്യും, ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി അവിടെ നിന്ന് കയറി പോർട്ടലിൽ കയറി നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്താണ്, വീണ്ടും റിജക്റ്റ് ആക്കിയേക്കാണെന്ന് പറഞ്ഞു. എന്തായാലും ഒന്നും കൂടി അറ്റാച്ച് ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ പോർട്ടലിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും വിളിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു, ടീന, ഞങ്ങളിപ്പോൾ പോർട്ടൽ ഇതുപോലെ ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് നോക്കി, അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് അതിനകത്തില്ല, നമ്മുടെ എല്ലാം ഓക്കെയാണ് എന്നിങ്ങനെ പറയുക. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി എത്രയുണ്ട് പെർസെൻറ്റേജ് ഇപ്പോൾ എത്രയാണ് കാണിക്കുന്നത്? അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ടീന, മിക്കവാറും അത് 25% ആവാനേ ചാൻസ് ഉള്ളൂ, അവിടെ നിന്ന് പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ, അത് അങ്ങനെയാണ് എപ്പോഴും എന്ന് പറയുക. അവരെന്നിട്ട് നോക്കിക്കൊണ്ട് പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ടീന ഇല്ല ടീന 75% ആണ് ഇപ്പോൾ കാണിക്കുന്നതെന്ന് പറഞ്ഞു. മാതാവ് അത് 25%-ലാക്കാണ്ട് എൻ്റെ ഇത് 61%-ൽ നിന്ന് 75%-ലോട്ടാണ് എൻ്റെ ആക്കി തന്നത് മാതാവ്. അത് പ്രാർത്ഥിച്ച് അതങ്ങനെ ആയതിനു ശേഷം ഞാനത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞങ്ങൾ എല്ലാവരും കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഞാൻ എന്നിട്ട് നേരെ ഓടിച്ചെന്ന് ഞാൻ റൂമിൽ ചെന്ന് ഞാൻ മൊബൈൽ എടുത്ത് നോക്കി. എപ്പോഴും മൊബൈൽ എടുത്ത് ഞാൻ മെയിൽ ആദ്യം ചെക്ക് ചെയ്യും. മെയിൽ ചെക്ക് ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ ക്യാസെന്ന് എന്തോ പറഞ്ഞ് വന്ന് കിടക്കുക. അപ്പം ഞാനത് മെയിൽ നോക്കുന്നില്ല. എനിക്കപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് കൈ വിറയ്ക്കുക. ക്യാസെന്ന് കണ്ടപ്പോഴേക്കും എനിക്ക് കൈവിറ തുടങ്ങി. ഞാനപ്പോൾ നേരെ അത് മാറ്റിയിട്ട് പോർട്ടലിൽ ഒന്നുകൂടി കയറി നോക്കി. അപ്പോൾ 100% കാണിച്ചേക്കുക. എനിക്കറിയില്ല എന്താ സംഭവം എന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് 100% ആയി. അപ്പോൾ ഞാൻ മാതാവേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചും കൊണ്ട് ആ മെയിൽ ഒന്നും കൂടി എടുത്തു നോക്കി. അപ്പോൾ എൻ്റെ ക്യാഷ് ലെറ്റർ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അതിനകത്ത് കിടന്നിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് December 7th എൻ്റെ വിസ കിട്ടണോട്ടോ എന്ന് ഞാൻ പറഞ്ഞ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കിട്ടണോട്ടോ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. പക്ഷേ മാതാവ് എനിക്ക് കറക്റ്റ് December 8th എൻ്റെ ഡേറ്റ് എടുത്ത് തന്നേ. പക്ഷേ എനിക്കറിയില്ല അന്ന് അമലോത്ഭവ തിരുനാളാണെന്നുള്ളത്. ഞാൻ മാതാവിനോട് പറഞ്ഞു, സാറില്ല മാതാവേ, ഞാനത് അക്സെപ്റ്റ് ചെയ്തു, December 8th ഞാൻ അക്സെപ്റ്റ് ചെയ്തു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞായറാഴ്ച കുർബാനയ്ക്ക് പോയപ്പോഴാണ് അച്ഛൻ വിളിച്ച് പറയുന്നത്, ഇതുപോലെ December 8th അമലോത്ഭവ തിരുനാളാണ് മാതാവിൻ്റെ, അന്ന് നമുക്ക് ഈ കുർബാന ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറയുക. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ദൈവമേ അന്ന് അമലോത്ഭവ തിരുനാളാണ്. ഞാൻ പപ്പയോടും വന്ന് പറഞ്ഞു, പപ്പ അന്ന് അമലോത്ഭവ തിരുനാളാണ്, അപ്പോൾ മാതാവ് തന്നേക്കുന്നതാണ് എനിക്ക് ഉറപ്പായി. ഞാൻ എന്നിട്ട് December 8th വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് December 16th എൻ്റെ വിസ വന്നു. ഞാൻ December 27th ഞാൻ UK പോവാണ്. മാതാവ് തന്ന വലിയ അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, പപ്പ ഒരു സ്ഥലം വിൽക്കാനിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ സ്ഥലം വിൽക്കാനിട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി തടസ്സം ഉണ്ടായിരുന്നു. 2 വർഷത്തോളമായി അത് വിൽക്കാനിട്ടിട്ട് ഒരു രക്ഷയില്ലായിരുന്നു, അത് വിറ്റ് പോകുന്നില്ലായിരുന്നു. അത് ഇതുപോലെ ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അവിടെ ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, ഞാനും പപ്പയും കൂടി ചെന്ന്. പപ്പ ഇതിന് മുന്നേ അവിടെ, പപ്പ അത്യാവശ്യം നല്ല വിശ്വാസിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം ജാതിയിൽ കൊന്ത തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴും ചെന്ന് അവിടെ നിന്നിട്ട് കൊന്ത എത്തിക്കുമായിരുന്നു എന്നിട്ട് ചെല്ലുമ്പോഴൊക്കെ. പക്ഷേ ഇന്നേ വരെ വിറ്റ് പോയിട്ടില്ല. പക്ഷെ അന്ന് ഉപ്പ്, നമ്മുടെ നേർച്ച വസ്തുവായിട്ടുള്ള ഉപ്പ് ഞാൻ ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടുത്തെ 5 സെൻറ്റ് സ്ഥലം വിറ്റുപോയി. അതും മാതാവ് തന്നൊരു വലിയൊരു അനുഗ്രഹമാണ്. അതേപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു. അത് ഞാൻ പഠിച്ച കാലം തൊട്ട്, എന്ന് വെച്ചാൽ
ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഉള്ള കാലം തൊട്ടുള്ളതാണ്. എനിക്ക് തലവേദന വന്നു. ഞാൻ ചെന്ന് കാണിച്ച് കഴിയുമ്പോൾ അവർ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് സൈനസൈറ്റിസ് ആണെന്നാണ്. ഞാൻ സ്പെക്സ് വെക്കുമായിരുന്നു. എനിക്ക് തലവേദന വരുമ്പോൾ സ്പെക്സ് വയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ചെന്ന് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞായിരുന്നു. മൈഗ്രെയിൻ്റെ തലവേദന ഈ പറയുന്ന പോലെ എനിക്ക് ഇന്നേ വരെ വന്നിട്ടില്ല. അതും മാതാവ് തന്നൊരു വലിയൊരു അനുഗ്രഹമാണ്. മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇതുപോലെ കുഞ്ഞു ചെറിയ ചെറിയ അനുഗ്രഹങ്ങളും എനിക്ക് ഒത്തിരി തന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും മാതാവ് തന്ന എല്ലാ അനുഗ്രഹത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷില്ലി സേവ്യർ. ഞാൻ നെടുമ്പ്രക്കാട് ഇടവകയിൽ നിന്ന് വരുന്ന ചേർത്തല തന്നെയാണ്. ഞാൻ 2022 ജൂലൈ 25 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് 2004 മുതൽ ഭയങ്കര അലർജിയായിരുന്നു. കുക്ക് ചെയ്യാൻ പറ്റത്തില്ല, വീട് തൂത്ത് വാരാൻ പറ്റത്തില്ല. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ചുമയും ശ്വാസം മുട്ടും ഒക്കെ ആയിട്ട് എന്നോട് ഫോണിൽ സംസാരിക്കുന്നവരൊക്കെ ചോദിക്കും, ഇതെന്നെ ഓടുവാണോ, എവിടെയാണ്, പുറത്താണോ എന്നൊക്കെ ചോദിക്കും. ഞാൻ വീട്ടിൽ ഇരുന്നായിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ എൻ്റെ സഹോദരങ്ങളൊക്കെ ദൂരെ നിന്ന് വിളിക്കുമ്പോൾ അവർ ചോദിക്കും, നിനക്ക് എന്നെ ശ്വാസം മുട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, എല്ലാവരും ഇങ്ങനെ ശ്വാസം മുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ. പക്ഷേ എനിക്ക് വീട്ടിൽ ജോലി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. മോള് പഠിക്കുന്നു +2. അപ്പം മോളെ രാവിലെ സ്കൂളിൽ വിടണം. കുക്ക് ചെയ്യുമ്പോൾ ഈ സ്പൈസസിൻ്റെയൊക്കെ സ്മെല്ല് അടിക്കുമ്പം ഭയങ്കര ചുമയും ശ്വാസം മുട്ടും. അപ്പോൾ ഹസ്ബൻഡും വഴക്ക് പറയും, മൂക്കിൽ പൊടി അടിക്കാതെ എന്തെങ്കിലും തോർത്തെടുത്ത് വയ്ക്കുമോ അല്ലെങ്കിൽ മാസ്ക് വെച്ചുകൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ചോദിക്കും. പക്ഷേ അതൊന്നും പ്രാക്ടിക്കലായിട്ട് നടക്കണ കാര്യമല്ല. കാരണം മാസ്ക് വെച്ചുകൊണ്ട് കുറച്ച് നേരം അടുക്കളയിൽ നിൽക്കുമ്പോൾ ചൂടും അതുകൊണ്ട് പറ്റത്തില്ല എനിക്ക്. അന്നേരം കൂടുതൽ ശ്വാസം മുട്ടുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ അതങ്ങ് സഹിച്ച് ജോലി ചെയ്യും. തീരെ വയ്യാതെയാകുമ്പോൾ കിടക്കും. ആഴ്ചയിലൊരു ദിവസം എനിക്ക് വയ്യാതെ ഞാൻ കിടപ്പാണ്. എനിക്ക് ശ്വാസം മുട്ടും ചുമയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖമായിട്ട് ശരീരവേദനയൊക്കെ ആയിട്ട് ആഴ്ചയിലൊരു ദിവസം എനിക്ക് ഉവ്വ. അപ്പോൾ ഞാൻ എപ്പോഴും ഹസ്ബൻഡും അടുത്തു ഇങ്ങനെ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് കഴിച്ച് കുറച്ച് നാൾ കഴിച്ച് ഒരു 2 ആഴ്ചത്തേക്ക് കുഴപ്പമില്ല. പിന്നെയും മരുന്ന് കഴിക്കും. ഇനി അലർജിയുടെ മരുന്നൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് സഡേഷനൊക്കെ ആയതുകൊണ്ട് പകുതി ഉറങ്ങിയൊക്കെയാണ് ഇങ്ങനെ നടക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് ദൈവോത്തരനോട് അപേക്ഷിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ 18 വർഷമായിട്ടുണ്ടായിരുന്ന അലർജിയും ചുമയും മാറി. ഇപ്പോൾ എനിക്ക് അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോഴും വീട്ടിൽ ജോലി ചെയ്യുമ്പോഴും ഒന്നും എനിക്ക് അങ്ങനെ ചുമയോ ശ്വാസം മുട്ടോ ഒന്നും ഉണ്ടാകാറില്ല. വലിയൊരു ഭാരം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി തന്നു. അത് എൻ്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. ഞാൻ കണ്ണുനീരോടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവിലൂടെ എനിക്ക് നേടിത്തന്ന അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. രണ്ടാമതായിട്ട് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് എൻ്റെ അനിയത്തി ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അവൾക്ക് ഭയങ്കര വിശ്വാസമാണ്. അവൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയവും അവൾക്ക് സാധിച്ചു കൊടുത്തു. പക്ഷേ അവൾ എന്നോട് ഞാൻ ഒരു IELTS എഴുതി. അപ്പം എനിക്ക് പേടിയായിരുന്നു. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ IELTS എഴുതിയാൽ പാസ്സാകത്തില്ല. ചെറിയ പിള്ളേർ പോയി പരീക്ഷ എഴുതിയിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച പിള്ളേരൊക്കെ പോയി പരീക്ഷ എഴുതിയിട്ട് പാസ്സാകുന്നില്ല. പിന്നെ ഞാൻ ഇത്രയും പ്രായമായി കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞപ്പോൾ മുതൽ ഹസ്ബൻഡ് പറയണം, നീ ഒന്ന് എഴുതി നോക്ക്, പൈസ പോണെങ്കിൽ പൊക്കോട്ടെ, നീ ഹോസ്റ്റലിൽ നിന്ന് വേണമെങ്കിൽ പഠിച്ചോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കൊരു ധൈര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും എന്നെ ഒത്തിരി ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോയി എഴുതാം, ഒരു പ്രാവശ്യം പോയി ഞാൻ പരീക്ഷ എഴുതാം. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം തോറ്റുപോയെങ്കിൽ പിന്നെ എന്നോട് എഴുതാൻ പറയരുത്. പിന്നെ അതുപോലെ തന്നെ പൈസ ചിലവായി വെറുതെ നഷ്ടമായി എന്നും പറഞ്ഞ് എന്നെ ബ്ലെയിം ചെയ്യരുത്. അങ്ങനെ കുറേ ഡിമാൻഡ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടാണ് ഞാൻ പരീക്ഷ എഴുതാൻ പോയത്. പക്ഷേ പരീക്ഷ പഠിക്കാൻ പോയപ്പോഴും ഞാനും നാത്തൂനും ഒന്നിച്ച് പഠിക്കാൻ പോയി. അവൾക്ക് കിട്ടി. എനിക്ക് ഒരു മൊഡ്യൂളിന് റീഡിങ്ങിന് 1/2 മാർക്കിൻ്റെ കുറവിൽ ഞാൻ തോറ്റുപോയി. പക്ഷെ എനിക്ക് ഒത്തിരി സങ്കടം വന്നു നേരം. കാരണം ഞാൻ ശനിയാഴ്ച ഇവിടെ വന്നിട്ട് ഇവിടെ ആരും അറിയണ്ട, കാരണം ഈ വയസ്സാകാലത്ത് പോയി പഠിച്ചിട്ട് എനിക്കിനി തോറ്റുപോയത് എല്ലാവരും ചോദിക്കില്ല, നാണക്കേടാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്ന് പഠിച്ചോളാം, അവിടെ ആകുമ്പോൾ ആരും അറിയത്തില്ലെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ കോതമംഗലത്ത് പോയി നിന്ന് പഠിച്ചു. അപ്പോൾ എൻ്റെ ചേച്ചി എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു. ചേച്ചി രാവിലെ എഴുന്നേറ്റ് എനിക്ക് എന്നെ കുഞ്ഞു പിള്ളേരെ സ്കൂളിൽ വിടണ പോലെ
എനിക്ക് എന്നും ചൂടുവെള്ളത്തിലാണ് കുളിക്കാൻ പോകുള്ളൂ. അപ്പോൾ വെള്ളം ചൂടാക്കി തന്നു. എന്നെ ഒരുക്കി വിടുവോ ചേച്ചി, എങ്ങനെയും പോയി പരീക്ഷ എഴുതി പാസ്സാകട്ടെ എന്ന് ഓർത്ത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടി ഇത്രയും ഇവരെല്ലാവരും കഷ്ടപ്പെട്ടപ്പം ഞാനും ഇവിടെ വീക്കെൻഡിൽ വന്ന് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ട് അവിടെ പോയി ഇതുപോലെയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എനിക്ക് 1/2 മാർക്കിൻ്റെ കുറവുകൊണ്ട് തോറ്റുപോയല്ലോ ദൈവമേ എന്നോർത്ത് ഞാൻ ഒത്തിരി കരഞ്ഞു. അപ്പോൾ എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, മമ്മി വിഷമിക്കണ്ട, മമ്മി കരയണ്ട, ദൈവം എന്തെങ്കിലും നന്മയ്ക്കായിട്ടായിരിക്കും